Okay, morning. Now, today also I am taking science only. Okay, so next week onwards we will take computer during computer period. Okay, today also I will take this. See, morning we studied washing soda plus lemon juice. When we mix, means the washing soda if you put in the water, no changes will take place. But when we add lemon juice with the washing soda, what happens? Bubbles comes and carbon dioxide comes, isn't it? Okay, then the entirely taste will change. Okay, then washing soda plus lemon juice is equal to or mixing ചെയ്തിട്ട് അതിന്റെ product എന്താണ് carbon dioxide plus some other products. മറ്റു products കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. So we thus say that when substances are mixed, it can result in physical or chemical change. So when substance can be, when we mix the substances, some changes will be there, and sometimes no changes will take place. ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ when iron and sulfur, when we mix it, no change will take place. Iron will stay like that way, sulfur will stay like that way. Iron and sulfur mix ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറയാം, വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് കൊടുത്ത് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടും രണ്ട് സ്ഥലത്താണ് അടുത്തടുത്തിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വരുമോ ഇതിനകത്ത്? ഇല്ല, no changes will take place. But when we mix it together, what will happen? Salt will dissolve. Like the same way here, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ അയണും സൾഫറും കൂടെ ഒന്നിച്ചു വെച്ചാലും ഒരു ആക്ഷനും അവിടെ ഉണ്ടാവത്തില്ല. ഹെവൻ എന്താ വളരെ ഹാപ്പി ആണല്ലോ. What happened to heaven? You're so happy now. Okay. Okay. So if we mix the iron with the sulfur, no change will take, no chemical change. ഒരു ചേഞ്ചും ഇല്ല. ബട്ട് ഇഫ് യു ഹീറ്റ്, വാട്ട് ഹാപ്പൻസ്? ഇത് രണ്ടും കൂടെ നമ്മൾ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അവിടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു. വെറുതെ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവിടെ ഒരു മാറ്റം സംഭവിക്കില്ല. ബട്ട് ഇഫ് യു ഹീറ്റ്, വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ സെപ്പറേഷന്റെ കാര്യം പറഞ്ഞു. ജോയിലും ഒന്ന് ഹാപ്പി ആണ്. ഈ വൈകുന്നേരത്തെ ക്ലാസ്സിൽ എന്താ ഇപ്പം ഹെവൻ ഹാപ്പി ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജോയിൽ ഇപ്പൊ ഹാപ്പി ആണല്ലോ. വാട്ട് ഇസ് ദാറ്റ്? ജോയിലെ എന്താ അവിടെ പ്രത്യേക സംഭവം? അമ്മ വല്ല ലഡു വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? പിന്നെ എന്താണോ മനസ്സിൽ ലഡു പൊട്ടിയ പോലെ ഒരു ചിരിയൊക്കെ? ഒന്നുമില്ല. Okay. So we thus okay. For example, if iron and sulfur are mixed, no chemical change occurs. But when the mixture is heated, it glows after some time, and a black substance is formed. അപ്പൊ നമ്മള് അയൺ സൾഫറും കൂടെ ഒന്നിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ അത് നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് ഒരു ഗ്ലോ ഉണ്ടാകും, ഒരു തിളക്കം പോലെ ഉണ്ടാകും, പിന്നെ ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് ആ ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്താണ്? ഡിഫറെന്റ് കോമ്പൗണ്ട് വിത്ത് എൻറ്റയർലി ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഫ്രം ദോസ് ഓഫ് അയൺ ആൻഡ് സൾഫർ. അതാണ് അയൺ സൾഫൂറിക്. അങ്ങനെ ഒരു പുതിയ സാധനം ഉണ്ടാകും. പക്ഷെ ആ സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അയൺ ആൻഡ് സൾഫർ. പുതിയതായിട്ട് ഉണ്ടാകുന്ന ആ സാധനം അയണിന്റെ ഒരു ഗുണം ഉണ്ടാവില്ല, സൾഫറിന്റെ ഗുണം ഉണ്ടാകില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് വേറെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ സാമ്പാറിന്റെ കേസ് പറഞ്ഞ പോലെ ഈ കട്ട് വെജിറ്റബിൾസ് ആൻഡ് വി വിൽ മിക്സ് ഇറ്റ് ടുഗെദർ like lemon not brinjal, potato, tomato, lady's finger, and like this way. What all vegetables that we use for making sambar we will cut and we will put it together. But will there any change take place? അത് മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിടെ വെച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ സംഭവിക്കുമോ? ഇല്ല, ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നില്ല. ബ്രിഞ്ചാൽ എടുത്ത് ടേസ്റ്റ് ചെയ്താൽ ബ്രിഞ്ചാലിന്റെ ടേസ്റ്റ് തന്നെയായിരിക്കും. പൊട്ടറ്റോ എടുത്ത് ടേസ്റ്റ് ചെയ്താൽ പൊട്ടറ്റോയുടെ ആയിരിക്കും. ബീൻസ് എടുത്ത് ടേസ്റ്റ് ചെയ്താൽ ബീൻസിന്റെ തന്നെയായിരിക്കും. ബട്ട് വെൻ വി ഹീറ്റ്, വാട്ട് ഹാപ്പൻസ്? ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തിളപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് കുക്ക്ഡ്, ദെൻ ദ ടേസ്റ്റ് ഈസ് ചേഞ്ച്ഡ്, ന്യൂ പ്രൊഡക്റ്റ് ഹാസ് കം ഔട്ട്. ഇപ്പൊ ഒരു പുതിയൊരു ഐറ്റം ആണ് പുറത്തു വന്നേക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അയണും സൾഫറും കൂടെ ഒന്നിച്ചു വെച്ചെന്നാലും രണ്ടിനും ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. ബട്ട് വെൻ വി ഹീറ്റ്, വാട്ട് ഹാപ്പൻസ്? A glow comes out and then it has a new substance
like black color. In black color comes out, and it is a iron sulfur. Iron sulfur is entirely different from iron and sulfur. ഇതിന്റെ ഒരു സാമ്യം ഉണ്ടാവില്ല. അയണിന്റെയോ അല്ലെ സൾഫറിന്റെയോ ഒന്നും സാമ്യം ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ഇപ്പൊ സാമ്പാറിന്റെ കേസ് പറഞ്ഞ പോലെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചാലും ഒന്നും ഒന്നിനോട് മിക്സ് ആകുന്നില്ല, അതിന്റെ ടേസ്റ്റിന് മാറ്റം വരുന്നില്ല, കളറിനോ അല്ലെങ്കിൽ ഒന്നിനും മാറ്റം വരുന്നില്ല. പക്ഷെ അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ടേസ്റ്റ് എല്ലാം മാറുന്നു അല്ലെ? ഓക്കെ, ലൈക്ക് ദിസ് വേ ഇവിടെയും പറഞ്ഞതുപോലെ ഇതേ ഇത് തന്നെയാണ്. അയൺ ആൻഡ് സൾഫർ doesn't make any chemical change, but if you heat, what happens? A new substance called iron sulfur is formed with black color. And entirely different properties from those of iron and sulfur. So heating a mixture of iron and sulfur results in chemical change. Cooking of food is another example of chemical change occurring on heating. ഇനി ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഫുഡ്, ഏത് ഫുഡ് ആണേലും ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയി. അതുപോലെ നമുക്ക് അരി നമ്മൾ അരി കൊണ്ട് പല രീതിയിൽ ഉണ്ടാക്കുന്നു. അരി നമ്മൾ ചോറ് വെക്കുന്നു, ചോറിന്റെ ടേസ്റ്റ് ആണോ നമ്മൾ അതേ അരി ഉപയോഗിച്ച് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ? അല്ല. ഇനി അതൊന്നും വേണ്ട, ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരേ മാവ് തന്നെയാണ്. ഒരു പാത്രത്തിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്നു, വേറൊരു പാത്രത്തിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നു, രണ്ടിന്റെയും ടേസ്റ്റ് ഡിഫറെന്റ് അല്ലേ? ലൈക്ക് ദിസ് വേ. ഓക്കെ. Chemical changes can also occur under other conditions. For example, when solutions of solids are mixed or when electricity is passed through a mixture. Here, chemical changes take place not only by heating. ഹീറ്റിങ്ങിലൂടെ മാത്രമല്ല chemical changes ഉണ്ടാകുന്നത്. പകരം if we pass electricity through that, അതിലൂടെ electricity കടത്തിവിട്ടാൽ changes ഉണ്ടാകുന്നു. Also, solutions of solids are mixed or when ഇപ്പം സോളിഡ് ആയിട്ടുള്ളതിന്റെ സൊല്യൂഷൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചേഞ്ചസ് ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞ പോലെ ലെമന് നമ്മൾ വെള്ളത്തിൽ പിഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് ആകുന്നു. പിന്നെ നമുക്ക് ആ ലെമനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വെള്ളത്തിൽ നിന്നും. പക്ഷെ ഹീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആകും. ഓക്കെ. ഞാൻ അത് ചൂടുണ്ട്, നല്ല ചൂടാകും, കുടിക്കല്ലേ? ഓക്കെ. സം മോർ എക്സാമ്പിൾസ് ഫോർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഇപ്പൊ കെമിക്കൽ ചേഞ്ചസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ചേഞ്ചസ് ദാറ്റ് ആർ നോട്ട് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാല് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് കെമിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് മാത്രം ആകുന്നത്. ചിലപ്പോൾ അത് തിരിച്ച് റിവേഴ്സിബിൾ ആകാൻ സാധ്യതയുമുണ്ട്. ഓക്കെ. The details of some changes are given below. Apply your knowledge of physical and chemical changes to classify the changes are physical or chemical. Here, boiling, evaporation and condensation. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ. ബോയിലിംഗ് എഗ്. We know that നമ്മൾ സാധാരണ എഗ് കണ്ടിട്ടുണ്ട്. ആ എഗ്ഗിനെ നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര തണുപ്പിച്ചാലും നമുക്ക് ആ എഗ്ഗിനെ പഴയ പോലെ ആക്കാൻ പറ്റുമോ? ആക്കാൻ പറ്റുമോ? ഇല്ല, never. Boiling, evaporation and condensation. The molecules of a liquid start moving faster when a liquid is heated. When we heat a water, liquid, not only water, any liquid, if we heat it, the molecules of that, അതിന്റെ ഉള്ളിലുള്ള തന്മാത്രകൾ, it moves fastly. ചൂടാക്കുന്നതനുസരിച്ച് ഭയങ്കര സ്പീഡായി എന്ത് ചെയ്യുന്നു? വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്നു ഓരോ ലിക്വിഡിലുള്ള മോളിക്യൂൾസ്. Then they start escaping from the liquid as gas. When we boil or when it gets more heated, we know that steam comes out. അതിൽ നിന്ന് നീരാവിയായിട്ട് ആവി പുറത്തേക്ക് വരും വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ, അറിയാം അല്ലെ? അപ്പൊ ഈ മോളിക്യൂൾസ് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. But if you have a lid and if you had covered it, what happens? The steam will hit on the lid and again when it condenses, it will come down as water vapor is water itself. വെള്ളം ചൂടാക്കുമ്പോൾ അതിന്റെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു ഫാസ്റ്റ് ആയിട്ട്. സോ തിളയ്ക്കുമ്പോഴേക്കും ചൂട് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? നീരാവി വരുന്നു. ഈ നീരാവി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മോളിക്യൂൾസ് പുറത്തേക്ക് പോകുന്നു, നീരാവിയായിട്ട് പുറത്തോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ ഒരു അടപ്പ് എന്തെങ്കിലും വെച്ച് അടച്ചിട്ടുണ്ടെന്നൊരിക്കൽ അത് അവിടെ മുകളിൽ തട്ടിയിട്ട് പുറത്തോട്ട് പോകാൻ പറ്റാതെ വീണ്ടും എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ ഇരുന്ന് അത് തണുക്കുമ്പോഴേക്കും വീണ്ടും അത് തുള്ളിയായിട്ട് വീഴുന്നു, താഴോട്ട് വെള്ളം തന്നെയായി മാറുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കിച്ചണിൽ കയറിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി, കൈയൊന്നും പൊളിക്കാതെ ഈ കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി. Take a glass of water, boil it, but you have to cover the vessel in which you are keeping the water on the stove. You use a
lid. So sometimes vapor will comes out anyway. വേപ്പർ പുറത്തെന്തായാലും വരും കുറച്ചൊക്കെ. പക്ഷേ നമ്മളൊരു അടപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ വെള്ളം ആ വേപ്പർ ആ വെള്ള അടപ്പിൽ തട്ടി അവിടെ തന്നെ നിൽപ്പുണ്ടാവും. പിന്നെ പയ്യെ നമ്മൾ അടപ്പ് വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അടപ്പിൽ തട്ടി വെള്ളം തുള്ളി തുള്ളിയായിട്ട് താഴോട്ട് തന്നെ വീഴും. അപ്പൊ അത് വേപ്പർ ആയിരുന്നു ഒരിക്കൽ. First it was water, but when we heated it, it became vapor. നീരാവിയായി. ആ നീരാവി പിന്നെ തണുത്തപ്പോൾ വീണ്ടും വെള്ളമായി. മനസ്സിലായില്ലേ? ഇനി ഐസിന്റെ കേസും അങ്ങനെ തന്നെയാണല്ലോ. നിങ്ങൾക്ക് അറിയാവുന്നല്ല, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഐസ് ഫസ്റ്റ് വെള്ളമായിരുന്നു. ആ വെള്ളം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഐസ് ക്യൂബ് ആയത്. അതിനെ നമ്മൾ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Again it starts melt. ചിലപ്പോൾ നിങ്ങൾ അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് അല്ലെ പള്ളി പെരുന്നാളിന് ഒക്കെ പോയിട്ട് ഐസ്ക്രീം വാങ്ങാറുണ്ട് അല്ലേ? അമ്പലത്തിലെ ഉത്സവത്തിനും പള്ളി പെരുന്നാളിനൊക്കെ വാങ്ങാറില്ലേ? ഇനി if you had not gone, Anna, you have gone for this festival, church fest or there is something like that, and you brought an ice cream, you ate it and you brought one for your brother who is at home. നിങ്ങൾ വാങ്ങിച്ചു, നിങ്ങൾ കഴിച്ചു. ഒരെണ്ണം നിങ്ങളുടെ വീട്ടിലുള്ള ബ്രദറിന് വേണ്ടി വാങ്ങിട്ട് വന്നു. വീട്ടിൽ വരുമ്പോ എങ്ങനെ ഇരിക്കും അത്? How the ice cream will be or the candy, chocobar and all? എങ്ങനെയായിരിക്കും അത്? Unmute and say. ജീവ. വെള്ളം പോലെ ഉണ്ടാവും. Okay, it will melt, isn't it? അപ്പൊ അന്നേരം അത് വാങ്ങുമ്പോ അത് ഐസ് ആയിരുന്നു. It was ice, but now since it doesn't get any freezing, it started to melt, and if you keep it for some times outside, completely it will become water, like milk. Again, if you keep it in the freezer, again it will become ice. അല്ലേ? നമ്മള് ഞാനൊക്കെ സ്കൂളിൽ വരുമ്പോൾ ചെയ്യുന്ന എന്താ പറയുക, രാവിലെ സ്കൂളിൽ പോരുമ്പോഴത്തേനും വീട്ടിലുള്ള പാൽ എടുത്തിട്ട് എനിക്ക് വൈകുന്നേരത്തിന് ചായ വെക്കാനൊക്കെ പാലുണ്ടെങ്കിൽ I will keep that milk in the freezer. Morning after making tea, if I have again milk at home, I will take and keep it in the freezer. Then when I come to school, I will switch off the fridge and I will come, because sometimes there will be thundering and all. Nobody is there to switch off the fridge, so I will off the fridge and then I'll come. If I don't keep it in the freezer earlier, by evening it may spoil. So I'll keep it in the freezer. Then by when I switch off that, it will be maybe it have become as a ice cube there in that freezer. But by evening when I go home, when I take, it's already melted. It will be like milk itself. ഞാൻ സ്കൂളിലൊക്കെ വരുന്ന ദിവസം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുള്ളൊക്കെ ഉള്ള ദിവസം, എവിടെയെങ്കിലും പോകേണ്ടതായിട്ടൊക്കെ വരുന്ന ദിവസം വീട്ടിലുള്ള പാല്, മിച്ചം പാലുണ്ടെന്നൊരിക്കൽ ഞാനത് ഫ്രീസറിൽ എടുത്ത് വെക്കും. കുറച്ച് നേരത്തെ എടുത്ത് വെക്കും, ചായ വെക്കുന്ന പാടെ ബാക്കി എടുത്ത് വെക്കും. എന്നിട്ട് പോരുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് പോരും. ഇപ്പൊ തണ്ടറിങ് ഇടിയും മഴയൊക്കെ വരുന്ന സമയമല്ലേ, നമ്മൾ വീട്ടിലില്ലെങ്കിൽ ഓഫ് ചെയ്യാൻ ആളില്ലല്ലോ. അപ്പോൾ അത് ഞാൻ പോരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അത് ഐസ് ആകിയിട്ടുണ്ടാകും. ഞാൻ ഓഫ് ആക്കിയിട്ടിട്ട് പോരും. പിന്നെ സ്ലോലി അതിന് ഫ്രിഡ്ജ് ഓഫ് ആയതുകൊണ്ട് പിന്നെ ചാർജ് ഇല്ലാതെ കൂളിംഗ് ആകുന്നില്ല. അപ്പൊ പിന്നെ വൈകുന്നേരം 4-5 മണിക്കൂറിന് ഗ്യാപ്പ് വന്നു. അപ്പൊ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വീണ്ടും മെൽറ്റ് ചെയ്ത് പാലായിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ പാലായിട്ടുണ്ടാവും. If by chance if I forget to switch off the fridge, evening it will be completely and milky ice cube. ഇച്ചിരി ഷുഗറും കൂടെ രാവിലെ ഇട്ടായിരുന്നു അതൊരു ഐസ് പോലെ ഐസ് ആയിട്ട് തിന്നാൻ പറ്റുന്ന രീതിയിലായേനെ. ചില ദിവസം മറന്നുപോയി, ചിലപ്പോൾ രാവിലെ തിരക്കിന് പോരുമ്പോൾ ഓഫ് ചെയ്തിടാൻ. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കും, ചെല്ലുമ്പം അതൊരു ഐസ് ആയിട്ട് പാല് കട്ട പിടിച്ചിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആ ചേഞ്ച്. പക്ഷെ അത് കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ചാൽ വീണ്ടും അത് പാല് തന്നെയാകും മെൽറ്റ് ചെയ്തിട്ട്. ഓക്കെ, അശ്വിൻ ഇപ്പോഴാണ് കയറിയത്, അമ്മ വന്ന പിന്നെയാണ് കയറുന്നത് ക്ലാസ്സില്. എത്ര സമയം എവിടെ പോയായിരുന്നു അശ്വിനെ? ക്ലാസ് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അശ്വിന്? നെറ്റ് കിട്ടുന്നില്ലായിരുന്നോ? ഓ, ഇപ്പം കിട്ടിയ നെറ്റ്. ഓക്കെ, ശരി. The molecules of a liquid started moving faster when the liquid is heated. They started escaping from a liquid as gas. But when the gas is cooled, we get the liquid back again its original form. Are boiling, evaporation and condensation physical or chemical change? ഈ വെള്ളം ചൂടാക്കി നീരാവി ആക്കുന്നതും ആ നീരാവി വീണ്ടും തണുത്ത് വെള്ളമാക്കുന്നതും കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ? Only it is a physical change. It is only a physical change because
again it comes into the old form. പഴയ പോലെ തന്നെയാകും. കുറച്ച് സമയത്തിന് മാത്രമുള്ള ഒരു ചേഞ്ച് ആണ് അല്ലേ? Are they reversible or irreversible? Reversible ആണോ irreversible ആണോ? Reversible ആണ്. കാരണം വീണ്ടും അത് അങ്ങനെ ആകുന്നുണ്ട് അല്ലേ? Okay. Here activity 3 experimental investigation. Warm some milk in a cup. Put a teaspoonful of curd into it. Morning ഞാൻ പറഞ്ഞത് തന്നെയാണ്. Then cover it and leave it overnight without disturbing it. What do you see next morning? ഞാൻ രാവിലെ ചോദിച്ചാണ്. Boil the milk and keep it there and cool it down. Then add little bit of curd. 1 ലിറ്റർ മിൽക്ക് ഉണ്ടെങ്കിലും അതിൽ 2-3 സ്പൂൺ കേർഡ് അതിനകത്ത് ചേർത്താൽ മതി. കുറെ സമയം ഒരു 3-4 മണിക്കൂർ അങ്ങനെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്താ പിന്നെ നമുക്കൊന്നും മിൽക്ക് ഇല്ല. Instead of that it has turned into curd. അത് കേർഡ് ആയി മാറും അല്ലേ? Okay. Then can we get the milk again? പിന്നെ ആ മിൽക്കിനെ കിട്ടുവോ? ഇല്ല. Is it a chemical change or physical change? Is it a Chemical change. It is a chemical change, or is it a reversible or irreversible? Irreversible. Okay. Do you think this change is irreversible? Do you think the molecules in milk have undergone a change? മിൽക്കിലെ മോളിക്യൂളിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ? ഓക്കെ. എവിടെ? Okay. Next one is rusting. Do you know what is the meaning of rusting? R-U-S-T, R-E-S-T അല്ല. R-U-S-T rusting means you know? ആർക്കെങ്കിലും അറിയാവോ? നിജാദെ, do you know the meaning of rusting? R-U-S-T rusting means തുരുമ്പെടുക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? തുരുമ്പെടുക്കുക. എന്തിനാ തുരുമ്പെടുക്കുന്നേ? ഇരുമ്പ് സാധനങ്ങൾക്കൊക്കെയാണ് അല്ലേ? ഓക്കെ. റസ്റ്റിംഗ് ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. റസ്റ്റിംഗ് ഓഫ് അയൺ. അയണിന് തുരുമ്പെടുക്കുന്നത്, ഇരുമ്പിന് തുരുമ്പെടുക്കുന്നത് അല്ലെ? ആക്ച്വലി ഇതെന്തായി പ്രൊസീജിയർ അറിയാവോ? When an iron chain is kept in humid air for some days, a brown substance deposits on it. This slowly eats up or corrodes the iron. Then what happens? It is found that the brown substance called rust has very different properties from those of iron. ഇനി നമ്മള് ഒരു അയൺ കത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും അയൺ സാധനം, ഒരു ഇരുമ്പ് പീസോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് സമയം അത് പുറത്ത് വെയിലത്തിരിക്കുക. അതിനെന്തെങ്കിലും ഒരു മോയ്സ്ചർ ക്ലൈമറ്റ്, നനവ് പറ്റുന്ന രീതിയിൽ നമ്മുടെ അടുക്കള നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കത്തിക്കൊന്നും അങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മളുടെ കറിക്ക് ഉപയോഗിക്കുന്ന കത്തി പോലും അത് നനഞ്ഞിട്ട് നമ്മൾ തൂക്കാതെ തുടക്കാതെ അങ്ങനെ വെച്ച് അതിൽ തന്നെ വെള്ളം ഒരു 2-3 ദിവസം പറ്റിയിരിക്കുന്ന ഒരു അവസ്ഥ വന്നേ, 1-2 ഒരു ദിവസമൊക്കെ ഫുള്ള് വെള്ളം പറ്റിയിരിക്കുന്ന പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൽ തുരുമ്പുണ്ടാകും, റസ്റ്റ് ഉണ്ടാകും. അപ്പം ഇരുമ്പിന് നമ്മളെപ്പോഴും if we leave the iron piece to contact with water, എപ്പോഴും വെള്ളത്തിൽ തന്നെ കിടക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിലുള്ള മോയിസ്ചർ, ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ഇതിലുണ്ടെന്നറിയില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. Within 2-3 days we can see a brown color substance cover the iron piece or iron knife and all. അതാണ് റസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു കത്തിയോ വാക്കത്തിയോ എന്ത് വായിക്കോ തൂമ്പായോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ വെള്ളത്തിൽ ഉപയോഗിക്കും. വെള്ളം കഴുകുക പുറത്താൽ വെള്ളം പറ്റിയെന്ന് വിചാരിക്കാം. പിന്നെ അത് ആ വെള്ളം പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മൾ കത്തി കഴുകരുതെന്നല്ല. പക്ഷെ അതിൽ തന്നെ പിന്നെ കുറേ സമയം ഒരു 1-2-3 hours ഇങ്ങനെ വെള്ളം നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ there is a chemical change take place. അപ്പൊ അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നു. എന്താണ്? ഒരു പുതിയൊരു സാധനം വന്ന് അതിനെ കവർ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഡസന്റ് ഹാവ് എനി പ്രോപ്പർട്ടി ഓഫ് അയൺ. അയണിന്റെ ഒരു പ്രോപ്പർട്ടി ഇല്ല. പക്ഷെ ഈ അയണിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്, ഇരുമ്പിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ചിത്രത്തിൽ തന്നെ നോക്കിയേ, അതിങ്ങനെ ഇരുമ്പിനെ തിന്നു തീർക്കുന്ന പോലെ ഉള്ള ഇതാണ്. ഓക്കെ. There is no simple way to get back the iron from rust. ഇനി അയൺ എല്ലാം ഈ തുരുമ്പെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അയണിനെ തിരിച്ച് പഴയ പോലെ അയൺ ആക്കാൻ പറ്റത്തില്ല. കത്തിനെ ആ തുരുമ്പെടുത്ത് അത്രയും ഭാഗം തുരുമ്പെടുത്ത് തന്നെ. There is no simple way to get back the iron from rust. What do you think? Rusting is a physical change or chemical change?
It is a chemical change. This is a irreversible. ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ആ അയൺ ആ റസ്റ്റ് പിന്നെ നമ്മൾ ചിരണ്ടി കളഞ്ഞാൽ അത്രയും ഭാഗത്ത് അങ്ങ് പോയി. പക്ഷെ ആ നഷ്ടപ്പെട്ട അയൺ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ഓക്കെ. നെക്സ്റ്റ് മെൽറ്റിംഗ് ഓഫ് സോളിഡ്. സോളിഡ് തിങ്സ് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ്? You have seen earlier that freezing of water is a physical change. വെള്ളം ഫ്രീസ് ചെയ്യുന്ന ഐസ് ആകുന്ന ഒരു physical change ആണ്. What kind of change do you think is melting? Physical or chemical? Reversible or irreversible? Melt ചെയ്യുന്നത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? റിവേഴ്സിബിൾ ആണ് അല്ലേ? റിവേഴ്സിബിൾ. നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റും. പഴയ പോലെ. പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ക്യാൻഡിലിന്റെ വാക്സ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ആ വാക്സ് തന്നെ നമുക്ക് കിട്ടും. നമ്മളൊരു ക്യാൻഡിൽ വാക്സ് ആണ്, പക്ഷെ അതിനെ മെൽറ്റ് ചെയ്താൽ വാക്സ് അങ്ങനെ തന്നെ കിട്ടും, ക്യാൻഡിലായിട്ട് തന്നെ കിട്ടത്തില്ല. അവിടെ ചേഞ്ച് ഓഫ് ഷേപ്പ് ടേക്ക് പ്ലേസ് there. മനസ്സിലായോ? മെഴുക് നമ്മൾ ഉരുക്കിയാൽ മെഴുക് തന്നെ നമുക്ക് കിട്ടും. തണുത്ത് കഴിയുമ്പോൾ അത് മെഴുക് തന്നെയാകും. പക്ഷെ അതിന്റെ ആ ചേഞ്ച് ഷേപ്പിൽ മാറ്റം ഉണ്ടാകും. ക്യാൻഡിലിന്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ. Burning of a candle. What do you observe when a candle is burnt? Heat and light are given off. The wax melts and drips and the candle becomes shorter. We have already seen that a burning is a chemical change in which heat and light are give off. അപ്പൊ നമുക്കറിയാം നമ്മുടെ ബേണിംഗ് ഓഫ് ലൈറ്റ് എന്ന ക്യാൻഡില് നമ്മൾ മെഴുകുതിരി കത്തിച്ച് കഴിയുമ്പോൾ അത് മെൽറ്റ് ചെയ്യുന്നത് ഉരുകുമ്പോൾ അവിടെ 2-3 ആക്ഷൻസ് നടക്കുന്നുണ്ട്. ലൈറ്റ് കംസ് ഔട്ട്, then heat comes out. So it is a chemical change. But അത് ലൈറ്റും ഹീറ്റും ഒക്കെ വരുന്നോണ്ട് കെമിക്കൽ ചേഞ്ച് ആണ്. പക്ഷേ നമ്മുടെ വാക്സ് മെൽറ്റ് ചെയ്ത് താഴെ വീണ് കഴിഞ്ഞാൽ വീണ്ടും അത് തണുത്ത് കഴിയുമ്പോൾ വാക്സ് തന്നെ ആവുകയാണ് ചെയ്യുന്നത്. So in which heat and light are given off, but it is not a solid or liquid wax that burns. It is actually wax vapor that burns. അവിടെ ലിക്വിഡ് ആയിട്ടുള്ളതാ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വാക്സ് അല്ല അവിടെ മെൽറ്റ് ചെയ്യുന്നത്. ഈ ചൂട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ വേപ്പർ അതാണ് എന്താകുന്നത്? സോളിഡ് ഓർ ലിക്വിഡ് വാക്സ് ദാറ്റ് ബേൺസ്. ഇറ്റ് ഈസ് ആക്ച്വലി വാക്സ് വേപ്പർ ദാറ്റ് ബേൺസ്. അതിന്റെ വേപ്പർ ആണ് കത്തുന്നത്, ഉരുകുന്നത്. The heat of the flame melts the wax. This is a physical change of wax. The liquid wax creeps up the wick by what is known as capillary action. ഇപ്പൊ നമ്മള് ഈ വാക്സിന്റെ കേസില് വാക്സ് നമ്മൾ ചൂടാക്കുമ്പോൾ ശരിക്കും ആ ലിക്വിഡ് അല്ല സോളിഡ് ആയിട്ടുള്ള വാക്സ് അല്ല കത്തുന്നത്, പകരം അതിൽ നിന്നുണ്ടാകുന്ന മെൽറ്റ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് ഫോമിലുള്ളത് വാക്സും അല്ല. ഇൻസ്റ്റഡ് അത് ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന വേപ്പർ ആണത് കത്തുന്നത്. നമ്മള് മെഴുകുതിരി കത്തിക്കുമ്പോൾ കാണുന്നില്ല. ഓക്കെ, അങ്ങനെ കത്തുന്നത്. Next, the heat from the flame vaporizes the liquid wax. This is also a physical change, but when the wax vapor burns, it is a chemical change. പക്ഷെ ആ വേപ്പർ അവിടെ കത്തുമ്പോൾ അതൊരു കെമിക്കൽ ചേഞ്ച്. കത്തുക എന്നുള്ളത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഇവിടെ സോളിഡ് ഫോമിലുള്ളതോ ലിക്വിഡ് ഫോമിലോ ഉള്ളതിലല്ല അവിടെ കത്തുന്നത്, പകരം വേപ്പർ ആയി കഴിയുമ്പോഴാണ് അത് കത്തുന്നത്. നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ when we see, we feel like a solid form of the gas is burning. നമുക്ക് അങ്ങനെ തോന്നുന്നത്, കട്ടിയായിട്ടുള്ള സോളിഡ് ഫോമിലുള്ള വാക്സ് കത്തുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ സോളിഡ് ഫോമിലുള്ള വാക്സ് അല്ല കത്തുന്നത്. സോളിഡ് ഫോമിലുള്ള വാക്സിന് ചൂട് കിട്ടുമ്പോൾ അത് മെൽറ്റ് ചെയ്യുന്നു. ആ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ലിക്വിഡ് ആകുന്നു, വെള്ളം പോലെ ആകുന്നു അല്ലെ. ആ വെള്ളം പോലെ ആകുന്ന സാധനത്തിന് വേപ്പർ ഉണ്ടാകുന്നു, നീരാവി ഉണ്ടാകുന്നു. ആ നീരാവിയാണ് ആക്ച്വലി കത്തുന്നത്. പക്ഷെ നമ്മൾക്ക് ഇത്രയും സംഭവങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അല്ലെ. This is also a physical change, but when the wax vapor burns, it is a chemical change. The heat of the flame keeps melting the wax, thus shorting the candle. Some wax drips down and solidifies again on cooling. This solidification is also physical change. അപ്പം ഈ മെൽറ്റ് ചെയ്ത, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു ക്യാൻഡിൽ കത്തിച്ചു. ആ ക്യാൻഡിൽ കത്തിച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചേഞ്ചസ് ഒക്കെ നടക്കുന്നുണ്ട്. സോളിഡ് അത് വാട്ടർ വേപ്പർ അല്ല വാട്ടർ ആകുന്നു, ലിക്വിഡ് ഫോമിലേക്ക് ആകുന്നു, അത് ഉരുകി താഴോട്ട് വരുന്നു. ഇനി താഴെ വന്നു കഴിയുമ്പോൾ അത് തണുത്ത് കഴിയുമ്പോൾ എന്താകുന്നു? വീണ്ടും അത് വാക്സ് ആകുന്നു. ഈ വാക്സ് ആദ്യം കത്തി അത്രയും വാക്സിന്റെ അത്രയും തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ദിസ് മച്ച് ബിഗ് വൺ ക്യാൻഡിൽ, ഇത്രയുള്ള ഒരു ക്യാൻഡിൽ നമ്മൾ തിരിയൊക്കെ ഇട്ടു കത്തിച്ചു. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അതിന്റെ സാധനം അത് ഉരുകി താഴോട്ട് വരും അല്ലേ.
അതിന്റെ ചുറ്റും എന്തുണ്ട്? വാക്സ് താഴെ മെൽറ്റ് ചെയ്ത് കിടപ്പുണ്ടാവും. ആ മെൽറ്റ് ചെയ്തെല്ലാം തണുപ്പ് കിട്ടുമ്പോഴേക്കും സോളിഡ് ഫോമിലേക്കാകും. ആ വാക്സ് നമ്മൾ എടുത്താൽ ഇത്ര നീളം ഉണ്ടായിരുന്ന ആ ക്യാൻഡിലിന്റെ അത്രയും നമുക്ക് ഇനി ആക്കാനുള്ളതുണ്ടോ? നോ, ഇല്ല. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഈ വാക്സ് മൊത്തം ഉരുകുന്ന വാക്സ് മൊത്തം എടുത്താൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്യാൻഡിൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അല്ലേ? ഇല്ല. സം വിൽ ഗോ ടു ദ സ്പേസ് അറ്റ്മോസ്ഫിയർ ആസ് വാട്ടർ ആസ് വേപ്പർ ഇറ്റ്സെൽഫ്. കത്തി വേപ്പർ ആയിട്ട് തന്നെ അങ്ങ് പോകും, നീരാവിയായിട്ട് തന്നെ പോകും. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വരുന്നത് മാത്രമേ താഴോട്ട് വരുന്നുള്ളൂ. ഇത്രയും വലിയൊരു ക്യാൻഡിലൊക്കെ ഉരുകി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ താഴെ, അതിന്റെ നിലത്ത് വീണ് കിടപ്പുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? വേപ്പർ ആയിട്ട് കത്തി 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 പോയി. ആക്ച്വലി വേപ്പർ ഓൺലി ഈസ് ബേണിംഗ്. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ ഒരു വാക്സ് കത്തിക്കുമ്പോൾ വാക്സ് എന്ന് പറയുന്നത് ശരിക്കും സോളിഡ് ഫോമിലാണ്, കട്ടിയായിട്ടുള്ളതാണ്. ആ കട്ടിയായിട്ടുള്ളതല്ല കത്തുന്നത്. അതിന് ചൂട് കിട്ടുമ്പോൾ അത് മെൽറ്റ് ചെയ്ത് വെള്ളം പോലെയാകുന്നു. ആ വെള്ളം പോലെ ആകുമ്പോൾ നമുക്കറിയാം വെള്ളത്തിന് ചൂട് കിട്ടുമ്പോൾ വേപ്പർ ഉണ്ടാകും. ആ വേപ്പർ മാത്രമാണ് കത്തുന്നത്. ആ വേപ്പർ കത്തുമ്പോൾ അഗൈൻ താഴെയുള്ള സോളിഡ് ഫോമിലുള്ള വാക്സ് മെൽറ്റ് ചെയ്യുന്നു, ലിക്വിഡ് ആകുന്നു. ആ ലിക്വിഡിൽ നിന്നും അഗൈൻ വേപ്പർ ഉണ്ടാകുന്നു. ആ വേപ്പർ കത്തുന്നു. പക്ഷെ കുറെ ഭാഗം എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്ത് താഴോട്ട് തന്നെ പോരുന്നു. ആ താഴെ കിടക്കുന്നത് വീണ്ടും തണുത്ത് കഴിയുമ്പോൾ വാക്സ് ആകുന്നു. ബാക്കി വേപ്പർ ആയിട്ടുണ്ടായിരുന്ന എല്ലാം തന്നെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. The heat of the flame keeps melting the wax, thus shortening the candle. The wax drips down and solidifies again on cooling. This solidification is also a physical change. Thus, wax undergoes both chemical and physical change. രണ്ട് തരത്തിലുള്ള ചേഞ്ചിലാണ് വാക്സ് സംഭവിക്കുന്നത്. ഒന്ന് കത്തിക്കുമ്പോൾ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു, പിന്നെ അത് പഴയ ഫോമിലേക്ക്, പഴയ രൂപത്തിലേക്ക്, വാക്സിലേക്ക് തിരിച്ചെത്തുന്നതുകൊണ്ട് തന്നെ ഫിസിക്കൽ ചേഞ്ചും അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, രണ്ട് തരത്തിലുള്ള ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? Here activity 4, observation and inference. To classify and study some changes, classify the following changes: reversible or irreversible. Growth of a plant. Is growth of a plant reversible or irreversible? It is irreversible. ഒരിക്കലും തിരിച്ച് പിന്നെ ചെറിയ ഇതിലേക്കാകുമോ? ഇല്ല. നിങ്ങൾക്ക് ഇനി ചെറുതാകാൻ പറ്റുമോ? ഇല്ല. അല്ലെ? നമ്മൾ വളരുന്നത് ആ ചേഞ്ച് പിന്നെ ഒരിക്കലും നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, irreversible. Next, burning of paper. Irreversible. ഇറാണ്. ഒരിക്കലും തിരിച്ച് നമുക്ക് പഴയ പോലെ പേപ്പറിനെ ആക്കാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ബിക്കം ആഷ് ആൻഡ് ഓൾ. നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് മിസ്റ്റ്. മഞ്ഞ് പോലെ ആകുന്നത്, മൂടൽ മഞ്ഞുണ്ടാകുന്നത് റിവേഴ്സിബിൾ ആണ്. വെയിൽ വരുമ്പോൾ ചൂട് കിട്ടുമ്പോൾ അത് വീണ്ടും വെള്ളമായിട്ട് മാറും അല്ലെ? ഓക്കെ. ഡിസോൾവിംഗ് ഓഫ് salt in water. Reversible. Reversible, because if we heat, what happens? ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിനെ വെള്ളമായിട്ടും സോൾട്ടിനെ സോൾട്ടായിട്ടും മാറ്റിയെടുക്കാൻ നമ്മൾ പഠിച്ചു അല്ലെ? ഓക്കെ. നെക്സ്റ്റ്, വെതറിംഗ് ഓഫ് റോക്സ്. പിന്നെ നമുക്ക് തിരിച്ചാക്കാൻ പറ്റുമോ? കല്ലൊക്കെ പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ? നോ. Irreversible. നെക്സ്റ്റ്, സ്ട്രെച്ചിങ് ഓഫ് എ റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുന്നത്. Reversible. റിവേഴ്സിബിൾ. വിട്ടാലോ, കൈവിട്ടാലോ പഴയ പോലെ ആയിക്കോളും അല്ലെ? ഓക്കെ, അത് റിവേഴ്സിബിൾ ആണ്. നെക്സ്റ്റ്, ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വിത്ത് പാകി മുളയ്ക്കുന്നത് ഇറവേഴ്സിബിൾ. മുളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ പോലെ വിത്തിനുള്ളിലേക്ക് ആക്കാൻ പറ്റുമോ? നോ. കുക്കിംഗ് ഓഫ് റൈസ്. Irreversible. ഇവിടെ ബാക്കി ആരും ആൻസർ ചെയ്യുന്നില്ല. ജീവ, നിജാദ്, ആദിരാൻഡോള്, ജോയല്, ജുവാനോ, ഹരിമാൻഡോള്. എന്തേ? ഓക്കെ. ബോയിലിംഗ് ഓഫ് ആൻ എഗ്. ഞാൻ പറയുന്നവർ ഇനി പറഞ്ഞാൽ മതി. വെയിറ്റ്. ബോയിലിംഗ് ഓഫ് ആൻ എഗ്. ജീവ, ഇസ് ഇറ്റ് റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ? പുസ്തകത്തിൽ നോക്കിക്കോ, വേഗം പറ. ബോയിലിംഗ് ഓഫ് എഗ്, മുട്ട വേവിക്കുന്നത്, തിളപ്പിക്കുന്ന ബോയിലിംഗ്. കേൾക്കുന്നില്ലേ? ആതിരാ, അൺമ്യൂട്ട്. റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ ബോയിലിംഗ് ഓഫ് എഗ്? Reversible. ആണോ? മുട്ട തിളപ്പിച്ചിട്ട് പിന്നെ പഴയ പോലെ ആക്കാൻ പറ്റുമോ? പച്ചമുട്ട ആക്കാൻ പറ്റുമോ വീണ്ടും? No. അപ്പൊ എന്താണ്?
Irreversible. Irreversible. Okay. Next. Bowling of fan. Rotation of a fan. Fan കറങ്ങുന്നു. സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കറങ്ങും. അത് റിവേഴ്സിബിൾ ആണോ ഇൻറിവേഴ്സിബിൾ ആണോ? ഓഫ് ചെയ്താ പോരെ? Okay, reversible. Next, grinding grain to get a flour. എന്ന് പറഞ്ഞാൽ നമ്മൾ ധാന്യങ്ങൾ പൊടിക്കുന്നത്, പൊടിയാക്കാൻ വേണ്ടിട്ട് പൊടിക്കുന്നത്. Is it a reversible or irreversible? Irreversible. പൊടിച്ച സാധനം പിന്നെ നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റുമോ? അരി പൊടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റുമോ? അരി പോലെ ആക്കാൻ പറ്റുമോ? No, that is rice powder, isn't it? Next. Among the changes listed above, is there any irreversible physical change or weathering of rocks or physical change or chemical change? Weathering of rocks, physical change ആണോ chemical change ആണോ? Physical changes, isn't it? Okay, can you give more example for physical change which are irreversible? അത് physical change ആണ്, പക്ഷെ നമുക്ക് ഒരിക്കലും അതിൽ അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വെതറിംഗ് ഓഫ് റോക്ക് എന്ന് പറഞ്ഞാൽ റോക്കിനെ കല്ലുകള് പാറക്കഷ്ണങ്ങള് പൊട്ടിക്കുന്നത്. അങ്ങനെ പൊട്ടിച്ചിട്ട് ഒരിക്കലും നമ്മൾ അതിന്റെ ഗുണം മാറുന്നില്ല. കല്ലിന്റെ ആ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് ക്യാരക്ടറിസ്റ്റിക്സ് അതൊരിക്കലും മാറുന്നില്ല. പക്ഷെ നമുക്ക് പൊട്ടിച്ചു കഴിഞ്ഞ് പിന്നെ ഒരിക്കലും നമുക്ക് അതിനെ പഴയ പോലെ ഒരു വലിയ റോക്ക് ആക്കി മാറ്റാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഓക്കെ. Okay, 6 more minutes are left out. The lesson is over. If you have any doubt, you can ask now. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നെറ്റ് പോയോ?